വേനലവധിക്കാലം ഏതാണ്ട് പകുതി പിന്നിട്ടു. മെയ് 2-ന് തന്നെ ക്ലാസ്സുകളിലെ ഫലം വരും, പരീക്ഷാ ഫലങ്ങൾ വരും. അതിനുശേഷം പിന്നെ പുതിയ കുട വാങ്ങണം, ബാഗ് വാങ്ങണം, ആകെ ബഹളമാണ് സ്കൂൾ തുറക്കുന്നതിൻ്റെ. പുതിയ അഡ്മിഷൻ എടുക്കുന്ന തിരക്കിലുമായിരിക്കും. ഒന്നാം ക്ലാസ്സിൽ പലരെയും ചേർക്കാണ്ട് പുതിയ കുരുന്നുകളൊക്കെ അക്ഷരലോകത്തേക്ക് എത്താനുമുണ്ട്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്, ഈ അഡ്മിഷൻ എടുക്കുമ്പോഴൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയാണ്. അത് ദേശീയ വിദ്യാഭ്യാസ നയം എല്ലാവരും കേട്ടിട്ടുണ്ടാകും. 2020-ൽ ഈ വിദ്യാഭ്യാസ നയം വന്നതനുസരിച്ച് ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സ് തികയണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. കേരളത്തിൽ ഇത് നടപ്പാക്കില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. കേന്ദ്ര സർക്കാർ സമ്മർദ്ദം തുടർന്നാൽ എന്താകും സ്ഥിതി എന്ന ആശങ്കയാണ് ഉയരുന്നത്. എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയം, കേന്ദ്ര നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, കേരളത്തിന്റെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ എന്നാണ് നോക്കേണ്ടത്. ഈ കേന്ദ്ര വിദ്യാഭ്യാസ നയം അനുസരിച്ച് 6 വയസ്സിലാണ് ഒന്നാം ക്ലാസ് പ്രവേശനം എന്നതാണ് വിദ്യാഭ്യാസ നയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണത്. സ്കൂളുകളുടെ ഭാഗമായി പ്രീ പ്രൈമറി ഉണ്ടാകില്ല. അതായത് സ്കൂളുകളിൽ തന്നെ LKG UKG പോലുള്ള പ്രീ പ്രൈമറി ഉണ്ടാകില്ല. ഈ സ്കൂൾ പഠനം കഴിഞ്ഞ്, അതായത് ഒന്നാം ക്ലാസ് മുതൽ +2 വരെയുള്ള പഠനം കഴിയുമ്പോൾ ഒരു കുട്ടിക്ക്, ഒരു വിദ്യാർത്ഥിക്ക് 18 വയസ്സ് തികയണം. വിദ്യാഭ്യാസ നയത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് 18 വയസ്സ് തികയണം എന്നത്. അതായത് 6 വയസ്സിൽ ഒന്നാം ക്ലാസ്സിൽ ചേർത്താൽ +2 കഴിയുമ്പോൾ ആ കുട്ടിക്ക് 18 വയസ്സായിരിക്കും. സ്കൂൾ പഠനത്തെ 4 ഘട്ടമായി തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസ നയം അനുസരിച്ച് സ്കൂൾ പഠന കാലത്തെ, അതായത് ഒന്നാം ക്ലാസ് മുതൽ +2 വരെയുള്ള കാലത്തെ 4 ഘട്ടമായി തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഘട്ടങ്ങൾ ഏതാണെന്ന് നമുക്ക് വിശദമായി നോക്കേണ്ടതുണ്ട്. ഒന്നാം ഘട്ടത്തിൽ 5 വർഷമാണ്, രണ്ടാം ഘട്ടത്തിൽ 3 വർഷം, മൂന്നാം ഘട്ടത്തിലും 3 വർഷമാണ്, നാലാം ഘട്ടത്തിൽ 4 വർഷം. അതായത് 5, 3, 3, 4 എന്നിങ്ങനെ 4 ഘട്ടങ്ങളായി തിരിക്കുന്നു ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ കാലയളവിനെ എന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം. ഈ ഒന്നാം ഘട്ടം എന്താണ് എന്നുള്ളതാണ്. ഒന്നാം ഘട്ടത്തിൽ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ അങ്കണവാടിയിലാണ് വിടുന്നത്. അവരുടെ കുട്ടിക്കാലം, അവരുടെ പഠനകാലം എന്ന് പറയുന്നത് 3 മുതൽ 6 വയസ്സ് വരെ അത് അങ്കണവാടിയിൽ തന്നെയായിരിക്കണം. 6 മുതൽ 8 വയസ്സ് വരെ ക്ലാസ്സുകളിൽ 1ഉം 2ഉം ക്ലാസ്സുകളിലായിരിക്കണം. 6ആം ക്ലാസ്സിൽ ഒന്നാം തരത്തിൽ ചേർക്കുമ്പോൾ അങ്ങനെ 1ഉം 2ഉം ക്ലാസ്സുകൾ. 8 വയസ്സ് പൂർത്തിയാകും 2ആം ക്ലാസ് കഴിയുമ്പോൾ. 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെയാണ് രണ്ടാം ഘട്ടത്തിലെ പഠനം. 3ആം ക്ലാസ് മുതൽ 5ആം ക്ലാസ് വരെയാണ് ഈ രണ്ടാം ഘട്ടത്തിലെ പഠനം എന്ന് പറയുന്നത്. അതായത് 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെ, അതായത് 3ആം ക്ലാസ് മുതൽ 5ആം ക്ലാസ് വരെയാണ് ഒരു കുട്ടിയുടെ രണ്ടാം ഘട്ടത്തിലെ പഠന കാലയളവ് എന്ന് പറയുന്നത്. അടുത്തതായി 3ആം ഘട്ടത്തിലെത്തുമ്പോൾ, അതായത് 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ, 6ആം ക്ലാസ് മുതൽ 8ആം ക്ലാസ് വരെ, അതായത് നമ്മുടെ LP UP സങ്കല്പം അങ്ങ് മാറുകയാണ്. 6ആം ക്ലാസ് മുതൽ 8ആം ക്ലാസ് വരെയാണ് 3ആം ഘട്ടത്തിലെ പഠനം. അതായത് 8ആം ക്ലാസ് കഴിയുമ്പോൾ 14 വയസ്സാവും. 4ആം ഘട്ടത്തിൽ അത് 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെയാണ്. 9ആം ക്ലാസ് മുതൽ +2 വരെയാണ്. നമ്മുടെ SSLC കഴിഞ്ഞ് +1 +2 എന്ന സങ്കല്പം മാറി 9ആം ക്ലാസ് മുതൽ +2 വരെ 4ആം ഘട്ടമായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അതാണ് ഏറ്റവും അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഈ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൽ കേരളത്തിന്റെ ആശങ്കകൾ എന്ന് പറയുന്നത്, ഈ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ നിർബന്ധിതരാകുമോ, കേന്ദ്രം അതിൽ സമ്മർദ്ദം ചെലുത്തുമോ എന്നതാണ്. 6 വയസ്സിൽ ഒന്നാം ക്ലാസ് എന്നത് മാറ്റുമ്പോൾ 5ആം വയസ്സിൽ ഒന്നാം ക്ലാസ്സിൽ ചേരാൻ കഴിയും. നമ്മളിപ്പോൾ 5ആം വയസ്സിലാണ് കുട്ടികളെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കുന്നത് സംസ്ഥാനത്ത്. അത് മാറ്റേണ്ടി വരുമോ എന്നതാണ്. ഈ ഒന്നാം ക്ലാസ് പ്രവേശനം വൈകുന്നത് എങ്ങനെയാകും ബാധിക്കുക എന്നൊരാശങ്കയുമുണ്ട്. കാരണം ഇപ്പോൾ UKG കഴിഞ്ഞവർക്കൊക്കെ, അതായത് 6 വയസ്സായില്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ ചേരാൻ കഴിയില്ല എന്നൊരു വലിയ ആശങ്കയുമുണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാർ ഇത് നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ പോലും കേന്ദ്രം സമ്മർദ്ദം ചെലുത്തിയേക്കുമെന്നത് തന്നെയാണ് മനസ്സിലാകുന്നത്. 3 മുതൽ 6 വയസ്സ് വരെ അടിസ്ഥാന വിദ്യാഭ്യാസം നൽകണം. അതായത് ഈ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൻ്റെ പ്രധാന കാര്യങ്ങളായി കേന്ദ്ര സർക്കാർ പറയുന്നതിൽ 3 മുതൽ 6 വയസ്സ് വരെ അടിസ്ഥാന വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് നൽകേണ്ടത്. ഈ പ്രീ പ്രൈമറിയിൽ കുട്ടികൾക്ക് അക്ഷരങ്ങൾ പഠിക്കുന്നില്ല എന്നതാണ്. 5 കോടിയിലേറെ കുട്ടികൾക്ക് അക്ഷരങ്ങൾ പോലും അറിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ്. അതായത് 3 മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു പഠന കാലയളവ് കൊണ്ട് കുട്ടിക്ക് അക്ഷരങ്ങൾ പോലും അറിയാൻ കഴിയുന്നില്ല എന്നൊരു അവസ്ഥയാണ് വരുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ വളരെ പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് അടിസ്ഥാന ഗണിതം പോലും അറിയാത്ത കുട്ടികളുണ്ട്. അതായത് പഠന നിലവാരം വലിയ രീതിയിൽ കുറയുന്നു എന്നതാണ്. ഈ കുട്ടികൾക്ക് ഈ പഠന നിലവാരം ഉയർത്തുന്നതിന്, ഈ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനുള്ള ഒരു പ്രാപ്തി നേടുന്നതിന് 1 വർഷം അധികം നൽകുക എന്നതുകൊണ്ടാണ് ഈ 6ആം വയസ്സിൽ കുട്ടികളെ ഒന്നാം തരത്തിൽ ചേർക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുകയും ചെയ്യുന്നത്. ഈ 3 വയസ്സിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം തുടങ്ങുന്നു. പ്രൈമറി ക്ലാസ്സുകളിൽ എത്തുമ്പോൾ പഠന സന്നദ്ധരാവുകയും ചെയ്യും. അങ്ങനെ അക്ഷരങ്ങളും അടിസ്ഥാന ഗണിതവും ഒക്കെ പഠിക്കുന്നതിന് കുട്ടികൾ സജ്ജരാകും 6 വയസ്സാകുമ്പോഴേക്കും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളിൽ പറയുന്ന അവരുടെ വാദവും അത് തന്നെയാണ്.
എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദവും. ഏതായാലും ഇത് നിർബന്ധിതമായി നടപ്പാക്കുമോ എന്നാണ് അറിയേണ്ടത്. 6 വയസ്സിൽ തന്നെ ആയിരിക്കണം കുട്ടിയെ 1-ാം ക്ലാസ്സിൽ എത്തിക്കേണ്ടത് എന്ന് തന്നെയാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൽ ശഠിക്കുന്നത്. കഴിഞ്ഞ ദിവസവും